പ്രിയമുള്ളവരെ, വചനജ്വാല 992 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 19 ഞായറാഴ്ച, ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ പെന്തക്കുസ്ത തിരുനാളായി ആഘോഷിക്കുന്നു. പെന്തക്കുസ്ത എന്ന വാക്കിന് 50ാമത്തെ എന്നാണ് അർത്ഥം. ഈസ്റ്റർ കഴിഞ്ഞ് 50 ദിവസം. പുതിയ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ 2 പുളിച്ച അപ്പവും 1 വയസ്സ് പ്രായമുള്ള 2 ആട്ടിൻകുട്ടികളും അന്ന് യഹോവയ്ക്ക് കാഴ്ചവെച്ചിരുന്നു. പിന്നീട് പെന്തക്കുസ്ത തിരുനാൾ മൂശയ്ക്ക് 10 കൽപ്പനകൾ കൊടുത്തതിന്റെ ഓർമ്മ പെരുന്നാളായി. പെന്തക്കുസ്ത സഭയുടെ പിറന്നാളാണ്. അപ്പസ്തോലന്മാർ 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ, പുതിയൊരു പെന്തക്കുസ്ത അനുഭവത്തിൽ നിറയാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് സെഹിയോൻ മാളികയിൽ പേടിച്ചരണ്ട ശിഷ്യന്മാരിൽ തീനാക്കുകളുടെ രൂപത്തിൽ ഇറങ്ങിയ അതേ പരിശുദ്ധാത്മാവിനെ നമുക്കും സ്വീകരിക്കാം. നമ്മുടെ അമ്മയുടെ മാധ്യസ്ഥം കൂടി തേടിക്കൊണ്ട് നമുക്ക് പ്രത്യേകമായി പരിശുദ്ധാത്മാവിനെ നമുക്കും സ്വീകരിക്കാം. ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പീറ്റർ സെലിസ്റ്റനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. എളിമയുടെ ആധിക്യത്താൽ പാപ്പാസ്ഥാനം രാജിവെച്ച ഒരു മാർപ്പാപ്പയായ വിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ 12 മക്കളിൽ ഒരാളായിരുന്നു. പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചെങ്കിലും അമ്മ മകന് ഉന്നത വിദ്യാഭ്യാസം നൽകി. 20ാം വയസ്സിൽ 3 വർഷം ഒരു ഗുഹയിൽ ഏകാന്തവാസം കഴിച്ചു. തുടർന്ന് ജനങ്ങൾ തേടിപ്പിടിച്ച് അദ്ദേഹത്തെ പൗരോഹിത്യം നൽകിച്ചു. വീണ്ടും ഏകാന്തമായി തന്നെ കഴിഞ്ഞു. പകൽ ജോലി, ഇടയ്ക്ക് പുസ്തകങ്ങൾ പകർത്തി എഴുതുക, രാത്രി ദീർഘനേരം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കൂടുതൽ ദിവസവും ഉപവാസവും പ്രാർത്ഥനയും, മാംസവർജന, പലകയിൽ കിടപ്പ്, പാറക്കല്ല് തലയണയാക്കി വെച്ചായിരുന്നു കിടന്നിരുന്നത്. 36 ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും 5ാം സെലസ്റ്റിൻ എന്ന പേരിൽ മാർപ്പാപ്പയായി. കാനാൻ നിയമം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് 4 മാസത്തെ ഭരണത്തിന് ശേഷം രാജിവെച്ച് വീണ്ടും ഏകാന്തവാസം അനുഭവിച്ചു. 75ാം വയസ്സിൽ മുൻകൂട്ടി സൂചിപ്പിച്ചിരുന്നത് പോലെ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വിശുദ്ധ പീറ്റർ സെലസ്റ്റിന്റെയും മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് തോബിത്തിന്റെ പുസ്തകം 8ാം അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. വിവാഹരാത്രി. ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ അവർ സാറായുടെ അടുത്തേക്ക് നയിച്ചു. അവൻ റഫായേലിന്റെ വാക്കുകൾ അനുസരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ
മത്സ്യത്തിന്റെ ചങ്കും കരളും ഇട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിന്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. മണവറയിൽ അവൻ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. അവന് തുണയായി താങ്ങായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല നന്നല്ല. അവനു വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ. അവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിനെ അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേൻ എന്നേറ്റു പറഞ്ഞു. അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു. എന്നാൽ അവനും മരിക്കുമെന്ന് വിചാരിച്ച് രഘുവേൽ എഴുന്നേറ്റ് പോയി ഒരു ശവക്കുഴിയുണ്ടാക്കി. അതിനുശേഷം വീട്ടിൽ വന്ന് ഭാര്യ എദ്നായോട് പറഞ്ഞു, ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കുക. മരിച്ചെങ്കിൽ ആരുമറിയാതെ നമുക്ക് അവനെ സംസ്കരിക്കാം. ദാസി ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും സുഖമായി ഉറങ്ങുന്നത് കണ്ടു. അവൾ തിരികെ വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്നറിയിച്ചു. അപ്പോൾ രഘുവേൽ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെന്തക്കോസ്താ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുന്നു. നമ്മളിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ.